ഹായ് മക്കളെ, നിങ്ങളുടെ സുഹേൽ സാറാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ എന്ന് പറയുന്ന പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ എക്സാമിന് വേണ്ടി നോക്കി പോവേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മൊഡ്യൂൾ വൈസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചിട്ട് പോകണം എന്നുള്ളതായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഏതൊക്കെയാണ് ആ ടോപ്പിക് എന്ന് നോക്കാം. മൊഡ്യൂൾ 1 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് മൊഡ്യൂൾ 1 നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് മൾട്ടി വേരിയബിൾ എന്ന ടോപ്പിക്കിലെ ഡൊമൈനും റേഞ്ചും കാണാനുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് പാർട്ട് എയിൽ ചോദിക്കാറുണ്ട്. ചില സമയത്ത് ഡൊമൈന് മാത്രം കാണാനോ അല്ലെങ്കിൽ റേഞ്ച് മാത്രം കാണാനോ ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൊമൈനും റേഞ്ചും കാണാൻ വേണ്ടി പറയാറുണ്ട്. ഓക്കെ, ഫംഗ്ഷൻ തരും, ഡൊമൈനോ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ ആണ്. മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ, എസ്പെഷ്യലി 2 വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എസ് എ പാർട്ടിലടക്കം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എസ് എ പാർട്ടിൽ 2 സബ് ക്വസ്റ്റ്യൻസ് വരുന്ന കേസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് എക്സാമിന് കാണാറുണ്ട്. ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഡിഫറൻഷ്യൽസ് കാണാനുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആ ഡിഫറൻഷ്യൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഡിഫറൻഷ്യൽസിൻ്റെ ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കാൽക്കുലസിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്കവാറും എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ 2 or 3 തവണ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ 6th സെമ്മിൻ്റെ കാൽക്കുലസിൻ്റെ എക്സാമിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഓരോ ടോപ്പിലേക്ക് വരുന്ന പ്രോബ്ലംസും കൃത്യമായിട്ട് എഴുതി പഠിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിലേക്ക് പോവുക. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മളെ ലൈവ് സെക്ഷനിൽ പാർട്ട് 1 കാൽക്കുലസിൻ്റെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലൈവ് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് എടുത്ത് ലൈവ് നോക്കി അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് കോൺഫിഡൻറ്റോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിലേക്ക് പോവാം. ഇനി നമുക്ക് നേരെ മൊഡ്യൂൾ 2 പോവാം. മൊഡ്യൂൾ 2 വരുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനും അതുപോലെ ഗ്രേഡിയൻ്റ് ഓഫ് വെക്ടേഴ്സ് കാണാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അറിയണം, ഗ്രേഡിയൻ്റ് അറിയണം. അത് മാത്രം പോരാ, ഡയറക്റ്റ് ആയിട്ട് ചെന്ന 2 മാർക്കിനൊക്കെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനും ഗ്രേഡിയൻ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈന്. ടാൻജൻറ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ കാണാനുള്ള പ്രൊസീജിയറും നോർമൽ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനുള്ള പ്രൊസീജിയറും പഠിച്ചിട്ട് പോണേ മക്കളെ, ചോദിക്കാറുണ്ട്. 5 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. സോ വളരെ ഈസി ആയിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് 5 മാർക്കിൻ്റെ ഷോർട്ട് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമേ. ദെൻ നെക്സ്റ്റ് വൺ, റിലേറ്റീവ് എക്സ്ട്രീമ പ്രോബ്ലംസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, അതായത് റിലേറ്റീവ് എക്സ്ട്രീമ കാണാൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാൽക്കുലസിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഷോർട്ട് എസ്സേയിലോ അല്ലെങ്കിൽ എസ്സേയിലോ ഒക്കെ ആയിട്ട് റിലേറ്റീവ് എക്സ്ട്രീമ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവലുണ്ട് കേട്ടോ. എസ്സേയിലാണ് റിലേറ്റീവ് എക്സ്ട്രീമ കാണാനുള്ള ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പാർട്ടും കൂടെ ഉണ്ടാവും. ഇതൊരു 5 മാർക്ക് വരെ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമേ നമുക്ക് റിലേറ്റീവ് എക്സ്ട്രീമ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവാറുള്ളത്, എസ്സേയിലെ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്. സോ പഠിച്ചിട്ട് പോയിക്കോ, ഷുവറായിട്ടും 5 മാർക്ക് നിങ്ങൾക്ക് റിലേറ്റീവ് എക്സ്ട്രീമ പഠിച്ചിട്ട് പോയാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, വളരെ ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് മൊഡ്യൂളിലേക്ക് പോകാം. തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അറിയാം. ഡബിൾ ഇൻ്റഗ്രൽ വരുന്നുണ്ട്. ഡബിൾ ഇൻ്റഗ്രൽ, സർഫസ് ഏരിയ, ട്രിപ്പിൾ ഇൻ്റഗ്രൽ. ഓക്കെ, ഡബിൾ ഇൻ്റഗ്രലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോളിയം, സോളിഡ്സിൻ്റെ വോളിയം കാണുന്ന പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ ഇൻ്റഗ്രലിൽ കാണുന്ന ടെക്നിക്ക് പഠിച്ചിട്ട് തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് വെച്ചത്. നെക്സ്റ്റ് അവിടെ കാണാറുള്ളതാണ് ഈ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ് മാസ് ഓഫ് ലാമിന എന്ന് പറയുന്ന ടോപ്പിക്ക്. മാസ് ഓഫ് ലാമിനയും സ്ഥിരമായിട്ട് എക്സാമിന് കാണാറുണ്ട്. 2 മാർക്കിനൊക്കെയാണ് കാണാറുള്ളത്. എന്നിരുന്നാൽ പോലും ആ 2 മാർക്ക് കളയണ്ടല്ലോ.
ദെൻ നെക്സ്റ്റ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ കേസിൽ പറയുമ്പോൾ അവിടെയും ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് വോളിയം കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ഒരു റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് നമ്മൾ എങ്ങനെയാണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ കാണാനുള്ള ക്വസ്റ്റ്യൻസ് എന്നും ദെൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റും സ്ഫെറിക്കൽ കോർഡിനേറ്റും. ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും, ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ തേർഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമേ, കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഷുവറായിട്ട് നോക്കിപ്പോക്കോ. സർഫസ് ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. സോ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. നെക്സ്റ്റ് വൺ മൊഡ്യൂൾ 4ലേക്ക് നമ്മൾ പോകുമ്പോൾ മൊഡ്യൂൾ 4ൽ നമ്മൾ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുന്നുണ്ട്. ആ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അത് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കൺസർവേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എസ് ആയിട്ട് വരെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഷുവറായിട്ടും കൺസർവേറ്റീവ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ആയിട്ടുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കൺവേർജൻസും കേളും കാണാനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, കൺവേർജൻസും കേളും ഡയറക്റ്റ് തന്നെ ചോദിക്കലുണ്ട്, അല്ലെങ്കിൽ പല ലൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ പല ടോപ്പിക്കുകളിലും നമുക്ക് കൺവേർജൻസ് കാണേണ്ടി വരും. ദെൻ ലൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ ഗ്രീൻസ് തിയറം, ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം. ഈ 3 തിയറംസും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഈ 3 തിയറത്തിൽ ഏതെങ്കിലും 2 ഷുവർ ആയിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഗ്രീൻസ് തിയറം ഡൈവേർജൻസ് തിയറം ചോദിക്കും, ചിലപ്പം ഡൈവേർജൻസ് തിയറം സ്റ്റോക്സ് തിയറം ചോദിക്കും, ചിലപ്പോൾ ഗ്രീൻസ് തിയറം സ്റ്റോക്സ് തിയറം ചോദിക്കും. ഓക്കെ, കൂടുതലും വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡൈവേർജൻസിൻ്റെയും സ്റ്റോക്സ് തിയറത്തിൻ്റെയും കേസിൽ വരാറുള്ളത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ 4th മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് കാൽക്കുലസ് ഓഫ് മൾട്ടി വേരിയബിൾ എന്ന് പറയുന്ന പേപ്പറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഈ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടേ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ ഓരോ പ്രോബ്ലവും നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിലേക്ക് പോവുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാമിനേഷൻ.